മൂവാറ്റുപുഴ മണ്ഡലം ഇത്തവണ ഇടതുപക്ഷം തിരിച്ചുപിടിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി N. അരുൺ. കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഒരു വികസന പദ്ധതികളും വന്നിട്ടില്ല. പകരം വികസന മുരടിപ്പാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ വികസന നേട്ടങ്ങളും പദ്ധതികളും മണ്ഡലത്തിൽ ചർച്ചയാക്കുമെന്നും അതിലൂന്നിയാകും പ്രചരണമെന്നും N. അരുൺ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മൂവാറ്റുപുഴയിലെ ഇത്തവണത്തെ LDF സ്ഥാനാർത്ഥി CPIയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള N. അരുണാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. പ്രചരണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. എങ്ങനെ പോകുന്നു പ്രചരണമൊക്കെ? പ്രചരണം നന്നായി പോകുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം റോഡ് ഷോ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് അതുപോലെ ഇടത് പ്രവർത്തകർക്കൊപ്പം വിവിധ പ്രദേശങ്ങളിൽ വിവിധ ഭവനങ്ങളൊക്കെ സന്ദർശിച്ച് വോട്ടഭ്യർത്ഥിച്ച് വരികയാണ്. ഈ മൂവാറ്റുപുഴ മണ്ഡലത്തിന്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ മാറി മറിഞ്ഞ്, അതായത് ഓരോ തവണയും മാറി മറിഞ്ഞ് വരുന്നൊരു മണ്ഡലമാണ്. ഇത്തവണത്തെ ഒരു പ്രതീക്ഷ എന്താണ്? ശക്തനായ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പുറത്ത് വന്നിട്ടുള്ളത്, മാത്യു കുഴൽനാടൻ. അപ്പോൾ എങ്ങനെ നേരിടാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്? രണ്ട് നിലപാടുകൾ, രണ്ട് രാഷ്ട്രീയവും തമ്മിലുള്ള മത്സരമാണ്. വികസന രാഷ്ട്രീയവും വികസന സ്തംഭനത്തിനു വേണ്ടി പ്രയത്നിക്കുന്നവരും തമ്മിലുള്ള മത്സരമാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഹൈലൈറ്റായി കാണുന്നത്. പ്രത്യേകിച്ചും മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ 5 വർഷക്കാലം മൂവാറ്റുപുഴ MLAയുടെ ഒരു നിഷ്ക്രിയത്വം അത് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ള തീരുമാനത്തോടു കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. ഈ കഴിഞ്ഞ തവണ കൈവിട്ടു പോയൊരു മണ്ഡലമാണ്. ശക്തമായ മത്സരം നടന്നതിനൊടുവിലാണ് ആ ഒരു മണ്ഡലം കൈവിട്ടു പോകുന്നത്. ഇത്തവണ എന്താണ് പ്രധാനമായും മണ്ഡലത്തിൽ ഉയർത്തിക്കാട്ടുന്ന തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ, ആ വികസന മുന്നേറ്റത്തിന്റെ ഭാഗമായി അതിനനുസൃതമായി മുന്നോട്ട് പോകാൻ മൂവാറ്റുപുഴയ്ക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ മൂവാറ്റുപുഴ MLA പറയുന്നു പല വികസനവും താൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടിട്ടുണ്ട്, ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ പറയുന്ന ഒന്നും തന്നെ ഇദ്ദേഹത്തിൻ്റെതെന്ന് ഒരിക്കലും ഇദ്ദേഹത്തിന് അവകാശപ്പെടാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ നഗരവികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉദ്ഘാടനം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉദ്ഘാടന പരിപാടി നടക്കുമ്പോൾ അവിടെ അദ്ദേഹം കൊണ്ടുവന്ന എന്തോ പദ്ധതി എന്ന രീതിയിലാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത്. അത് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വലിയ തോതിൽ പണമൊക്കെ ചെലവഴിച്ച് അദ്ദേഹം അത്തരത്തിലുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് തെളിവ് സഹിതം പറയാൻ സാധിക്കും, കഴിഞ്ഞ 5 വർഷക്കാലം മൂവാറ്റുപുഴയുടെ MLA മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി സ്വന്തം നിലയിൽ ഒരു പദ്ധതിയും കൊണ്ടുവന്നിട്ടില്ല. ഈ മാത്യു കുഴൽനാടനെതിരെ ചില വിവാദങ്ങളും ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു, ഈ ഭൂമി വിവാദം അടക്കമുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന പോലെ മണ്ഡലത്തിൽ പ്രചരണായുധമാക്കുമോ? ഇദ്ദേഹത്തിന് മൂവാറ്റുപുഴയുടെ വികസനത്തിലോ മൂവാറ്റുപുഴ മണ്ഡലത്തിന്റെ ക്ഷേമത്തിനോ വേണ്ടി ഒന്നും തന്നെ ചെയ്യുവാൻ അദ്ദേഹം സമയം ചെലവഴിച്ചിട്ടില്ല. അതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്, ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് തന്നെ നമ്മൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് നല്ല രീതിയിൽ തെളിവോടുകൂടി കൊണ്ടുവരാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതായത് തവണ മൂവാറ്റുപുഴ മണ്ഡലം തിരിച്ചു പിടിക്കും LDF. ഉറപ്പായും മൂവാറ്റുപുഴ മണ്ഡലം ഇടതുപക്ഷത്തിനൊപ്പം പോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാമതും അധികാരത്തിലെത്തുമ്പോൾ അതിനൊപ്പം മൂവാറ്റുപുഴയും ഉണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ആ ഒരു കൈപ്പിഴ പ്രാവശ്യം ഉണ്ടാകില്ല എന്ന ഉറപ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകർക്കുള്ളത്. അതുതന്നെയാണ് കഴിഞ്ഞ തവണയുണ്ടായ ആ ഒരു വീഴ്ച പരിഹരിച്ചുകൊണ്ട് ഇത്തവണ മൂവാറ്റുപുഴ മണ്ഡലം തിരികെ LDF പിടിക്കും എന്നുള്ളതാണ് മൂവാറ്റുപുഴയിലെ LDF സ്ഥാനാർത്ഥി N. അരുൺ പങ്കുവെക്കുന്ന പ്രതീക്ഷ. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ അഫ്സൽ രാജിനൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.